welcome to Ramya's Mathematics Tech. ഇന്ന് നമ്മൾ ക്ലാസ് 12ന്റെ ഡിഫറൻഷ്യബിലിറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ f of x at a point x is equal to a ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കണം. At this point left hand derivative must be equal to right hand derivative. ഇനി ഫസ്റ്റ് നമുക്കൊരു ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. f of x ഫസ്റ്റ് തന്നെ ഈ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. പക്ഷെ കണ്ടിന്യൂസ് ആണെന്നും പറഞ്ഞ് നമുക്ക് അത് ഡിഫറൻഷ്യബിൾ ആണെന്ന് ഉറപ്പില്ല. പക്ഷെ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ the first condition is that the function must be continuous at that point. പിന്നെ എന്താ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് must be equal to right hand derivative. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ x is equal to a എന്ന് പറയാം. ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻസ്, രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആണ് f ഉം g ഉം. f and g are two differentiable functions at a point x is equal to, say x is equal to a. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ഫസ്റ്റ് പ്രോപ്പർട്ടി f plus g. f plus g യുടെ ഡെറിവേറ്റീവ്, f plus g യുടെ ഡെറിവേറ്റീവിനെ നമ്മൾ ഇങ്ങനെയാണല്ലോ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ f plus g യുടെ ഡെറിവേറ്റീവ് സെയിം ആസ് f derivative plus g derivative, derivative of f plus derivative of g. Similarly, f minus g the derivative the same as f derivative minus g derivative. 3. f into g, f into g രണ്ട് functions of x ന്റെ derivative എന്ന് പറയുമ്പോൾ first function into derivative of the second function plus second function into derivative of the first function. f by g provided denominator g of x not equal to 0 as denominator into derivative of the numerator minus numerator into derivative of the denominator whole divided by denominator square. ആദ്യം നമ്മൾ ഡിനോമിനേറ്ററിനെ എടുത്ത് ഡിനോമിനേറ്റർ into derivative of numerator minus numerator into derivative of the denominator divided by denominator square. Some constant into f in the derivative is k into f dash. Constant in the derivative നമ്മൾക്കുള്ള k into f dash. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. f and g are ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇത്. ഇനി നമുക്ക് ചെയിൻ റൂൾ എന്താണെന്ന് നോക്കാം. ചെയിൻ റൂൾ എന്ന് പറയുന്നത് if f is a function of u, say f is equal to some function of u and this u is some function of x. f is some function of u and u is some function of x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ f ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഇത് ഫംഗ്ഷൻ ഓഫ് u ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു ഈ തന്ന വേരിയബിൾ u വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻറ്റു നമുക്ക് ഈ തന്ന ഫംഗ്ഷൻ duനെ നമ്മൾ എന്താ ചെയ്യുക? duനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യും. duനെ വിത്ത് റെസ്പെക്ട് ടു x ആ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തിന്റെ വിത്ത് റെസ്പെക്ട് ടു എന്ത് വേരിയബിൾ ആണ് ഫംഗ്ഷൻ അത് ചെയ്യുക ഇൻറ്റു ഈ വേരിയബിൾ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും ചെയ്യാം. അപ്പോൾ നമുക്ക് df by dx കിട്ടും. അടുത്ത നമുക്ക് ലോഗറിതമിക് ഡിഫറൻസിയേഷൻ ആണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു u റേസ് ടു b, യുവും വിയും എക്സ് ഫംഗ്ഷൻ എക്സിലെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലെ ഫംഗ്ഷൻസ് ആണ്. y ഈക്വൽ ടു u റേസ് ടു b ഇങ്ങനത്തെ ഒരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ both sides logarithmic take here. Logarithmic taking log on both sides. Log on both sides and the log y equal to a raised to b
ലോഗ് എ റേസ് ടു ബി എന്ന് പറയുന്നത് എന്തെന്നാ ബി ലോഗ് എ. ബി ലോഗ് എ. അപ്പൊ ഇവിടെ എന്താ വരിക ബി ലോഗ് യു. ലോഗ് എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി പവർ ആദ്യം എഴുതുക. ബി ലോഗ് എ ആണ്. അപ്പൊ ഇത് ബി ലോഗ് യു എന്ന് വന്നു. ഇനി രണ്ട് സൈഡും നമ്മൾ രണ്ട് സൈഡും അറ്റ് എ ടൈം തന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ എന്തൊരു ലോഗ് വൈ. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ 1/y into dy by dx is equal to vയും u എന്താ vയും uവും നമുക്ക് ഫങ്ക്ഷൻസ് ഓഫ് x ആ. ഇവിടെ ഇപ്പോ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. പ്രൊഡക്റ്റ് റൂൾ വരുമ്പോൾ എന്താ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ തന്നെ 1/u into dx into du by dx plus second term into second function into derivative of the first v with respect to v v and കൂടെ dv by dx. dv by dx നമ്മൾ ചെയ്തു. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ dy by dx ആ. dy by dx is equal to ഈ y നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y into v by u du by dx plus log u dv by dx. ഇതാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് സൈഡും ലോഗ് എടുക്കുക. log y equal to v log u. അറ്റ് എ ടൈം തന്നെ രണ്ടും നമ്മൾ പാരലൽ ആയിട്ട് തന്നെ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് പോകുക. ഇതാണ് നമ്മുടെ ലോഗരിതമിക് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് പാരാമെട്രിക് ഡിഫറൻഷ്യബിലിറ്റിയാണ്. നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് എഫും ജിയും തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് ടി ആണ്. ഇതും സം ഫംഗ്ഷൻ ഓഫ് ടി ആണ്. ജിയും സം ഫംഗ്ഷൻ ഓഫ് ടി ആണ്. രണ്ടും എക്സിന്റെ ഡെറിവേറ്റീവ് അല്ല. രണ്ടും നമുക്ക് വിത്ത് റെസ്പെക്ട് അനദർ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അനദർ വേരിയബിളിന്റെ ഫംഗ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്നാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് df by dg. ഈ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഈ ഫംഗ്ഷൻ എങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ആദ്യം ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യാം. അപ്പൊ df by dt ഹോൾ ഡിവൈഡഡ് ബൈ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യാം dg by dt. നമ്മൾ സെപ്പറേറ്റ് രണ്ടിനെ വിത്ത് റെസ്പെക്ട് ടു ഈ വേരിയബിൾ ചെയ്യാം. എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. സൈമൾട്ടേനിയസ്ലി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഈ ഫംഗ്ഷൻ കിട്ടും. ഇതാണ് നമ്മുടെ പാരാമെട്രിക് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പഠിക്കുന്നത് റോൾസ് തിയറം മീൻ വാല്യൂ തിയറമാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആണ് റോൾസ് തിയറം മീൻ വാല്യൂ തിയറംസ്. കൺസിഡർ ആദ്യം റോൾസ് തിയറം നമുക്ക് എന്തെന്നാ നോക്കാം. f of x. Let f of x be a function which is continuous in closed interval ab. ഈ f of x എന്ന് പറയുന്നത് ab ഇന്റർവെല്ലിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. and it is continuous in closed interval ab and it is differentiable in open interval ab and f of a equal to f of b. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ഈ ഫംഗ്ഷൻ അതിന്റെ ഡൊമെയിൻ ആണ് എ ബി. ആ ഡൊമെയിനിൽ ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി, ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവെൽ എ ബി ആൻഡ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ then there exists a c. Then there exists a c element of open interval ab. Then there exists an element c, or value c in open interval ab such that f dash c is equal to 0. ഇതാണ് നമ്മുടെ റോൾസ് തിയറം. അപ്പോൾ റോൾസ് തിയറത്തിന് ഒരു ഫംഗ്ഷൻ പിന്നെ ഡൊമെയിൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡൊമെയിൻ്റെ ക്ലോസ്ഡ് ഡൊമെയിനിൽ കണ്ടിന്യൂസും ഓപ്പൺ ഡൊമെയിനിൽ ഡിഫറൻഷ്യബിളും അപ്പർ ലിമിറ്റിന്റെ വാല്യൂ ലോവർ ലിമിറ്റിന്റെ ഫങ്ഷണൽ വാല്യൂ സെയിമും ആണെങ്കിൽ there exists a c in open interval ab such that f dash c is equal to 0. ഇതാണ് റോൾസ്
റോൾസ് തിയറത്തിൽ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി മീൻ വാല്യൂ തിയറം എന്ന് പറയുമ്പോൾ mean value theorem നമുക്ക് f of x as a function in domain AB. ഡൊമെയിൻ AB നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ 2 കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. 2 കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ f is continuous in closed interval. Continuous in closed interval AB and f is differentiable in open interval AB. ഓപ്പൺ ഇന്റർവെൽ AB. then നമുക്ക് റോൾസ് തിയറത്തിൽ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പർ ഫംഗ്ഷൻ വാല്യൂ, അപ്പർ ലിമിറ്റിന്റെ അപ്പർ ഫംഗ്ഷൻ വാല്യൂ ലോവർ ലിമിറ്റിന്റെ ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആയിരിക്കണം. ഇവിടെ നമുക്ക് ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ അപ്പോഴാണ് മീൻ വാല്യൂ തിയറത്തിലേക്ക് വരുന്നത്. then there exists a C in open interval AB such that f dash C is equal to f of b minus f of a divided by b minus a. b എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആണ്, a എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ നേരത്തെ റോൾസ് തിയറത്തിൽ f of a equal to f of b എന്നുള്ള ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്തു. ഇവിടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇവിടുത്തെ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ c എന്ന് പറയുന്നത് f dash c is equal to f of b minus f of a divided by b minus a ആയിരിക്കും. റോൾസ് തിയറത്തിൽ എന്താണ്? റോൾസ് തിയറത്തിൽ f of a equal to f of b ആണ്. അപ്പോൾ ഈ ന്യൂമറേറ്റർ 0 ആയി പോകും. അങ്ങനെയാണ് അവിടെ f dash c equal to 0 വന്നത്. റോൾസ് തിയറത്തിൽ ഇതാണ്, മീൻ വാല്യൂ തിയറത്തിൽ ഇതാണ്. അപ്പോൾ നമുക്ക് വാല്യൂ തിയറം, മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആദ്യം ഇത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാം, ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവെൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞ് then there exists a C in open interval AB such that f dash C is equal to f of b minus f of a divided by b minus a. റോൾസ് തിയറം ആകുമ്പോൾ ഈ 2 കണ്ടീഷൻസിന്റെ കൂടെ അപ്പർ ലിമിറ്റിന്റെ ഫംഗ്ഷണൽ വാല്യൂ ലോവർ ലിമിറ്റിന്റെ ഫംഗ്ഷണൽ വാല്യൂസും സെയിം ആയിരിക്കണം. then there exists a C in open interval AB such that f dash C is equal to 0. ഇതാണ് മീൻ വാല്യൂ തിയറംസ്. അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഡിഫറൻഷ്യബിലിറ്റിയിൽ നമ്മൾ മെയിൻ നോക്കേണ്ടത് ലോഗരിതമിക് ഡിഫറൻഷ്യബിലിറ്റി, ചെയിൻ റൂള്, പാരാമെട്രിക് 2 തിയറംസ്. ഇത് അത്ര നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.